ആഗോള അയ്യപ്പ സംഗമത്തിനായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ശബരിമല. പമ്പ ത്രിവേണിയിലെ പ്രധാന വേദിയിൽ നാളെ രാവിലെ 9:30-ക്കാണ് ഉദ്ഘാടന ചടങ്ങ്. 3500 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട്. പ്രശാന്ത്, എന്താണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ? സർക്കാർ ഒരു വിശദീകരണം നൽകുന്നുണ്ടെങ്കിൽ പോലും അതിനിപ്പുറത്തേക്ക് കുറെ വിമർശനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയായിരിക്കും ചർച്ചയാകുന്ന തരത്തിൽ കൗതുകം എല്ലാവർക്കുമുണ്ട്. ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു അല്ലേ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അക്ഷയ, പമ്പ മണപ്പുറത്ത്, പമ്പാ തീരത്ത് ഇതുവരെ പമ്പ കാണാത്ത വിധത്തിലുള്ള വലിയ പന്തലൊരുക്കിയാണ് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നത്. ഞാനീ നിൽക്കുന്നത് പ്രധാന പന്തലാണ്, വേദിയാണ്. ഇവിടെയാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. ഇവിടെയാണ് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട അവതരണം നടക്കുന്നത്. മറ്റ് 2 പന്തലുകൾ, വേദികൾ ഉള്ളത്. അവിടെ തിരക്ക് നിയന്ത്രണം, ശബരിമല തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അവതരണം നടക്കും. പിന്നെ ഒരു വേദിയിൽ തീർത്ഥാടന ടൂറിസം. ഇത് 3 വിഷയങ്ങളിലുള്ള അഭിപ്രായ സ്വരൂപണം ആണ് 3500 പ്രതിനിധികളിൽ നിന്ന് സർക്കാരും ദേവസ്വം ബോർഡും ഉദ്ദേശിക്കുന്നത്. ഇതിൽ സർക്കാരും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരും ഒരു കാര്യം വ്യക്തമായി പറയുന്നു. ഇത് ഒരു നിക്ഷേപക സംഗമമല്ല. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപം സ്വീകരിക്കലോ അത്തരം MOU സൈൻ ചെയ്യലോ അത്തരം നടപടികളൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. മറിച്ച് ഇവിടെ അഭിപ്രായങ്ങൾ ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ തിരക്ക് നിയന്ത്രണ വിഷയത്തിലും തീർത്ഥാടന ടൂറിസം നിയന്ത്രണത്തിലും എല്ലാം വിഷയത്തിലെല്ലാം തന്നെ അഭിപ്രായങ്ങൾ അയ്യപ്പ ഭക്തരിൽ നിന്ന് സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഗമം നടത്തുന്നതാണ്. ഏതായാലും നാളെ രാവിലെ 6 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ തുടങ്ങും. ഈ ദേവസ്വം ബോർഡിന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഗ്ലോബൽ അയ്യപ്പ കോൺക്ലേവ് എന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത 3500 പേർക്കുള്ള രജിസ്ട്രേഷൻ നടപടി രാവിലെ ഇവിടെ 6 മണിക്ക് തുടങ്ങും. 8:30-ക്ക് 1 മണിക്കൂർ നേരം ഇവിടെ ഒരു സ്പിരിച്വൽ ഭക്തി ഗാനമേള പോലെ ഒരു പരിപാടി ഉണ്ടാകും. അതിനുശേഷം 9:30 മുതൽ ആണ് ഏകദേശം 12 മണി വരെയാണ് ഈ ഉദ്ഘാടന ചടങ്ങ് ഈ വേദിയിൽ നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ഇതര സംസ്ഥാനങ്ങളിൽ, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തും. അതിനുശേഷം 12 മണി തൊട്ടാണ് ഈ 3 വേദികളിലായി ഈ വിഷയങ്ങളിലുള്ള വിഷയാവതരണം നടക്കുക. ഇവിടെ ഈ വേദിയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് അവരുടെ അഭിപ്രായം മൈക്കിലൂടെ ഉന്നയിക്കാം. ഒപ്പം തന്നെ അങ്ങനെ അവസരം കിട്ടാത്തവർക്ക് എഴുതി നൽകാനുമുള്ള സൗകര്യം സർക്കാരും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ദേവസ്വം മന്ത്രി PN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ, ദേവസ്വം സെക്രട്ടറി MG രാജ പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്.